ക്ഷേത്രങ്ങളും മോസ്കുകളും മനുഷ്യന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുടെ നെയ്ത്തിരി നാളങ്ങളാണ് നമുക്ക് നൽകുന്നത്. അത്തരത്തിലേറെ പ്രശസ്തമായ ദേവാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ഒരുക്കുന്ന ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. പുഞ്ചിരി ഒരു തിരിവട്ടമാണ്. സങ്കടപ്പെടുന്നവരുടെ മുഖത്ത് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. ഇത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ വാക്കുകളാണ്. സീറോ മലബാർ സഭയുടെ പ്രഥമ വിശുദ്ധയും ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധ പദവിയിലേക്ക് എത്തപ്പെട്ട വനിതയുമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂലൈ 19 മുതൽ 28 വരെ ഭക്തി നിർഭരമായി ആഘോഷിക്കപ്പെടുകയാണ്. ആഘോഷ നിമിഷങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പേരിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ അഭിജിത്ത് ആനന്ദ്. ഇത് എൻ്റെ ഭാര്യ ഡോക്ടർ ചിപ്പി രാജീവ്. ഞങ്ങൾ ശ്രീയാഞ്ജന ഡയബറ്റിക് മെഡിക്കൽ സെൻ്ററിൻ്റെ പ്രൊപ്പറേറ്റേഴ്സാണ്. ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് ഞങ്ങളുടെയും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന അനേകായിരം ആളുകൾക്ക് ആശ്രയ സങ്കേതമായ വിശുദ്ധ അൽഫോൻസാമ്മ. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, തിരുനാൾ ആഘോഷങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു ബഹുമാന്യനായ ഡോക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ. 2008 അൽഫോൻസാമ്മയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കുന്ന എല്ലാ തിരുനാളുകൾക്കും വലിയ സവിശേഷതയുണ്ട്. ഈ വർഷത്തെ തിരുനാളിനും ആ സവിശേഷതയുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മീക കാര്യങ്ങൾക്ക് മാത്രമാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. സാധാരണ തിരുനാളുകൾക്ക് കാണാറുള്ള വാദ്യഘോഷങ്ങളോ അല്ലെങ്കിൽ ശബ്ദ വെളിച്ച പ്രകടനങ്ങളോ കലാപരിപാടികളോ ഒന്നും ഈ തിരുനാളിനോട് അനുബന്ധിച്ച് നടത്താറില്ല.
തിരുനാളിൻ്റെ ആദ്യത്തെ 9 ദിവസങ്ങളിലും ജപമാല പ്രദക്ഷിണമുണ്ട്. വളരെ ആഘോഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വൈകുന്നേരം നടത്തുന്ന ജപമാല പ്രദക്ഷിണം, തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ 28-ാം തീയതി ഉച്ചയ്ക്ക് നടത്തുന്ന പ്രദക്ഷിണം, അതും പ്രാർത്ഥനാപൂർവ്വമാണ് നടത്തുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഈ 10 ദിവസങ്ങളിലും ഇവിടെ എത്തും. രാവിലെ 5:30 തുടങ്ങി വൈകുന്നേരം 7 മണി വരെ തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാനകളുണ്ട്. കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല ശാന്തതയുടെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ പടർന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ തിരുനാൾ സ്ഥലങ്ങളിലോ ഉള്ള ശബ്ദഘോഷങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ല. പ്രാർത്ഥനാപൂർവ്വം വിശുദ്ധയുടെ കബറിടത്തിലേക്ക് എത്തുന്ന ആളുകൾ അവരോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാൻ സൗകര്യമുണ്ട്. അവർക്ക് ദൈവവുമായും സഹോദരങ്ങളുമായി അനുരഞ്ജനപ്പെടുന്ന കുമ്പസാരമെന്ന കൂദാശ സ്വീകരിക്കാൻ സൗകര്യമുണ്ട്. ഇവിടെ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും വളരെ കുറഞ്ഞ ചെലവിൽ രുചികരമായ വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നതിന് കൻറ്റീൻ സൗകര്യമുണ്ട്. യാത്രാ സൗകര്യങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ് ഈ ഭരണങ്ങാനം. ഈ വർഷത്തെ തിരുനാളിന് അടുത്ത ശനിയാഴ്ച ഈ ജൂലൈ 19-ാം തീയതി കൊടി കയറുകയാണ്. രാവിലെ 11:15 പാലാ രൂപതയുടെ അധ്യക്ഷന്മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് കൊടി ഉയർത്തും. തുടർന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ അധ്യക്ഷൻ മാത്യു അറയ്ക്കൽ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും 11:30-ക്കുള്ള വിശുദ്ധ കുർബാന കേരളത്തിലെ 3 റീത്തുകൾ സിറോ മലബാർ, സിറോ മലങ്കര, ലത്തീൻ, ഈ റീത്തുകളിലെ ഏതെങ്കിലും അഭിവന്യ പിതാക്കന്മാരാണ് 11:30-ക്കുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് ആഘോഷമായ വിശുദ്ധ കുർബാനയും തുടർന്ന് ജപമാല പ്രദക്ഷിണവുമുണ്ട്. മറ്റു സമയങ്ങളിലും തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാനയുണ്ട്. എല്ലാവരെയും ഈ 2025-ലെ അനുഗ്രഹം നിറഞ്ഞ ഈ തിരുനാളിലേക്ക് ക്ഷണിക്കുന്നു. തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ഭാഗമായി 18-ാം തീയതി വെള്ളിയാഴ്ച പാലാ രൂപതയിലെ സംഘത്തിൻ്റെ അംഗങ്ങൾ എല്ലാ ഇടവകളിൽ നിന്നുമായി ഇവിടെ എത്തി രാവിലെ 10 മണിക്ക് ഇവിടെ എത്തി വിശുദ്ധ കുർബാനയും തുടർന്ന് ജപമാല പ്രദക്ഷിണവും അവരുടെ മീറ്റിങ്ങുമുണ്ട്. തിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കമാണത്. കൂടാതെ വിവിധ ഇടവകളിൽ നിന്നും ധാരാളം ആളുകൾ തീർത്ഥാടകരായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. യുവജനങ്ങളുടെ സംഗമമുണ്ട്. അതുപോലെ ഫ്രാൻസിസ്കൻ 3-ാം സഭയിലെ അംഗങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് ആഘോഷമായിട്ട്. അതുപോലെ യുവ സന്യാസിനിമാരുടെ സമർപ്പിതരുടെ സംഗമമുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ആത്മീകമായ വലിയൊരു അനുഭവം ഈ തിരുനാൾ ഇവിടെ എത്തുന്ന എല്ലാവർക്കും നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും അൽഫോൻസാമ്മയുടെ തിരുനാളിലേക്ക്, നമ്മുടെ ഭാരതത്തിൻ്റെ സ്വന്തം വിശുദ്ധയുടെ തിരുനാളിലേക്ക് സ്നേഹപൂർവ്വം സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അസീസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ്, അസീസി ആർക്കേഡ്, ഭരണങ്ങാനം. ഭാഷാപരമായ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പോയി അതിരുകളില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അസീസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ്, അസീസി ആർക്കേഡ്, ഭരണങ്ങാനം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കപ്പൂച്ചിൻ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറെ പ്രശസ്തമായ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണിത്. മികച്ച ഫാക്കൽറ്റി, ഇൻ്റർ ആക്റ്റീവ് ക്ലാസുകൾ, ഗുരുകുല പഠനരീതി, കരിയർ ഗൈഡൻസ്, മികച്ച പരിശീലനം, അതാണ് ഞങ്ങളുടെ പ്രത്യേകത. 100% ജീവിത വിജയം നേടുവാൻ, ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടുവാൻ അസീസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ്, അസീസി ആർക്കേഡ്, ഭരണങ്ങാനം. ഈ വർഷത്തെ തിരുനാളിന് പ്രത്യേകമായി താമരശ്ശേരി രൂപതയിൽ നിന്നും 400-ലധികം അൽമായരും 70ഓളം വൈദികരും സമർപ്പിതരും അവിടുത്തെ അഭിവന്യ പിതാവ് റെമേജിയസ് ഇഞ്ചനാനിക്ക് പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വിശുദ്ധ കുർബാന ആഘോഷിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ അൽഫോൻസാമ്മയുടെ പേരിലുള്ള കോളേജ്, അൽഫോൻസ കോളേജിലെ വിദ്യാർത്ഥിനികൾ അവിടെ അധ്യാപകരോടൊപ്പം തീർത്ഥയാത്രയായിട്ട് തിരുനാൾ ആഘോഷിക്കാൻ വരുന്നുണ്ട്. അതിൽ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചെങ്ങളം സെൻറ്റ് ആൻ്റണീസ് പള്ളി തീർത്ഥാടന ദേവാലയമാണ്. അവിടെ നിന്നും 26-ാമത്തെ വർഷമാണ് അവർ കാൽനട യാത്രയായി നടന്ന് അൽഫോൻസാമ്മയുടെ അടുക്കലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുമ്പോൾ അൽഫോൻസാമ്മയുടെ കബറിടമാണ് ഇവിടുത്തെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം. കബറിടം, കബറിടത്തോടുള്ള ഭക്തിക്ക് സവിശേഷമായ ഒരു മൂല്യമുണ്ട്. കാരണം ഈശോയുടെ പുനരുത്ഥാനം
സാക്ഷ്യം വഹിക്കുന്നത് ശൂന്യമായ കല്ലറയാണ്. ആ കല്ലറയിൽ കർത്താവിൻ്റെ തിരുശരീരമില്ല എന്ന് മനസ്സിലാക്കി അവർ ഉത്ഥാനത്തിൽ വിശ്വസിക്കുന്നു. അൽഫോൻസാമ്മയുടെ കല്ലറയിൽ എത്തുന്ന ആളുകളും ഈ ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ട്, മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള വലിയ ഒരു പ്രതീക്ഷ. അതുപോലെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിത ക്ലേശങ്ങൾക്കും പ്രതിസന്ധികൾക്കുമെല്ലാം ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും സമ്മാനം നൽകുന്നവനാണെന്നുള്ള നല്ല ഒരു ബോധ്യം ഈ കല്ലറയിൽ എത്തുന്നവർക്ക് ലഭിക്കും. അതുപോലെ ധാരാളം ആളുകൾ എല്ലാ ദിവസവും 365 ദിവസവും കല്ലറയിൽ എത്തുന്നുണ്ട്. അങ്ങനെ എത്താനുള്ള കാരണം 1946 അൽഫോൻസാമ്മ മരിച്ച് ഉടനെ തന്നെ കല്ലറയിലേക്കുള്ള ആളുകളുടെ പ്രവാഹം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ എത്താനുള്ള കാരണം അവരുടെ പ്രാർത്ഥനകൾക്ക് ധാരാളമായിട്ട് ഉത്തരം ലഭിക്കുന്നു. മാനസിക രോഗമുള്ളവർ, ശരീരത്തിൻ്റെ രോഗമുള്ളവർ, ജോലിക്ക് വേണ്ടി തേടുന്നവർ, വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങുന്നതിന്, കുടുംബത്തിൽ സമാധാനത്തിന് വേണ്ടി, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ വിസിറ്റേഴ്സ് ഡയറി പരിശോധിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് അൽഫോൻസാമ്മ വഴി ലഭിച്ച അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങൾ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമായി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം ലഭിക്കുമെന്നുള്ള വലിയൊരു ബോധ്യവും ഈ കല്ലറയിൽ അൽഫോൻസാമ്മയുടെ കുഴിമാടത്തിൽ എത്തുന്നവർ ലഭിക്കും. മാത്രമല്ല ഈ കുഴിമാടം ഒരു പുതിയ ജീവിതത്തിന് ധാരാളം ആളുകൾക്ക് പ്രചോദനം നൽകുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ പാളിച്ചകൾ വന്നിട്ടുള്ളവർ ഇവിടെ എത്തുന്നു, അവർ നന്നായിട്ട് പശ്ചാത്തപിച്ച് സംസാരിക്കുന്നു, കുഴിമാടത്തിലെത്തി പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ജീവിതത്തിൻ്റെ ഭാവി പ്രത്യാശയോടുകൂടി അവർക്ക് ഇവിടെ നിന്നും പോകുവാൻ കഴിയുന്നു. ഇവിടെ കാണുന്ന ഒരു വലിയ പ്രത്യേകത, ഓരോ ദിവസവും അനേകം കുഞ്ഞുങ്ങളെ, ശിശുക്കളെ ജനിച്ച് 2 ആഴ്ചയായി, 1 മാസമായി, അല്ലെങ്കിൽ 6 മാസമായി, 1 വയസ്സായി, ആ പ്രായത്തിലുള്ള ധാരാളം കുഞ്ഞുങ്ങളെ നാനാജാതി മതസ്ഥരായ സഹോദരി സഹോദരന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അൽഫോൻസാമ്മയുടെ ഖബറിൻ്റെ മുകളിൽ കിടത്തുന്നു. ആ അമ്മയുടെ മടിയിൽ ആ കുഞ്ഞിനെ സമർപ്പിക്കുന്നത് പോലെ ആ കുഞ്ഞിൻ്റെ ഭാവി മുഴുവനും അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പ്രാർത്ഥനയാണ്. അത്തരത്തിൽ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ്. അതുപോലെ ഇവിടെ എത്തുന്ന ആളുകൾ ആ കുഴിമാടത്തിന് ചുറ്റിലും നീന്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് അനുതാപത്തോടു കൂടി ആ അമ്മയോട് നടത്തുന്ന വലിയൊരു പ്രാർത്ഥനയാണ്. മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ലാഭത്തോടു കൂടിയ ഒരു പ്രോഗ്രാമുമില്ല. ആളുകൾ വരിക, പ്രാർത്ഥിക്കുക, പ്രത്യേകമായിട്ട് ഇന്ന നേർച്ച നേർന്നാൽ അവർക്ക് ഫലം കിട്ടുമെന്നോ, ഇന്ന തരത്തിൽ എണ്ണ ഒഴിക്കണമെന്നോ, അല്ലെങ്കിൽ ഇന്ന തരത്തിൽ തിരികെത്തിക്കണമെന്നോ, കഴുന്നെടുക്കണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. ദൈവവുമായി വിശുദ്ധ അൽഫോൻസാമ്മ വഴി വലിയൊരു ബന്ധത്തിന്, കുടുംബങ്ങൾ നവീകരിക്കപ്പെടുന്നതിന്, ലോകത്തിൽ മുഴുവനും സമാധാനം ഉണ്ടാകുന്നതിനുള്ള നന്മയുടെ ഒരു സങ്കേതമാണിത്. അതുകൊണ്ട് ഇവിടെ ഒരു സമയത്തും ആളുകളുടെ കുറവില്ല. എപ്പോഴും രാത്രിയുടെ വൈകിയ മണിക്കൂറുകളിൽ പോലും രാവിലെ 4 മണിക്ക് ഖബറുടെ ദേവാലയം തുറക്കും, രാത്രി 11:30 വരെ അത് തുറന്നിരിക്കും. ആ 11:30 വരെയുള്ള സമയത്തും ദേവാലയത്തിൽ മൗനമായി ആഴമായി പ്രാർത്ഥിക്കുന്ന ധാരാളം വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ഈ വർഷത്തെ 10 ദിവസത്തെ തിരുനാളിൻ്റെ ഒരു പ്രത്യേകത, തിരുനാളിൻ്റെ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് സന്ധ്യാപ്രാർത്ഥന ആഘോഷമായിട്ട് തീർത്ഥാടന ദേവാലയത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. വൈദികരും സമർപ്പിതരും അൽമായരും ഒന്നിച്ച് സഭയുടെ ഔദ്യോഗിക യാമപ്രാർത്ഥന ആഘോഷിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ തിരുനാളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ രാജ്മോഹൻ നായർ മുണ്ടമറ്റം, പാലായിലും ആണ്ടൂരിലുമായി പ്രവർത്തിക്കുന്ന ഭാരത് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിൻ്റെ ഡയറക്ടറാണ്. ഭാരത സഭയുടെ അഭിമാനമായ കേരളത്തിൻ്റെ ആധ്യാത്മിക രംഗത്തെ പ്രകാശഗോപുരമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും ഇവിടുത്തെ അധ്യാപകരുടെയും എല്ലാ വിദ്യാർത്ഥികളുടെയും എല്ലാ ആശംസകളും നേരുന്നു.
സിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിനായി അൽഫോൻസാശ്രയനും ഈ ഭരണങ്ങാനം പ്രദേശവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാന തിരുനാൾ ജൂലൈ 28-ാം തീയതി, അതായത് വിശുദ്ധ അൽഫോൻസാമയുടെ ചരമ ദിനമാണ്. ഈ വർഷം വിശുദ്ധ അൽഫോൻസാമയുടെ 79-ാം ചരമ വാർഷികം കൂടെയാണ് ഈ തിരുനാളിൽ നമ്മൾ ആചരിക്കുന്നത്. 1910 ഓഗസ്റ്റ് 10 ജനിച്ച് 1946 ജൂലൈ 28 ദിവംഗതയായ അൽഫോൻസാമ കേവലം 36 വർഷം മാത്രമാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. തൻ്റെ ഹ്രസ്വമായ ഈ ജീവിത കാലഘട്ടം ദൈവത്തിന് വേണ്ടി സമർപ്പിതമായ ഒരു ജീവിതം അൽഫോൻസാമ കാഴ്ചവെച്ചു. അത് അനേകായിരങ്ങൾക്ക് ജീവിതത്തിന് വെളിച്ചമായി മാറുകയും ചെയ്തു. അൽഫോൻസാമയുടെ മരണത്തിൻ്റെ അവസരത്തിൽ ചരമപ്രസംഗം നടത്തിയ ബഹുമാന്യനായ റോമളൂസ് CMI അച്ഛൻ ചരമപ്രസംഗത്തിൽ പറഞ്ഞു, ഈ കന്യകയുടെ ജീവിതത്തെക്കുറിച്ച്, ആന്തരിക മഹത്വത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ദേവാലയത്തിലും പരിസരങ്ങളുമായി ഒരുമിച്ച് കൂടുമായിരുന്നു. കാരണം ചരമത്തിൻ്റെ അവസരത്തിൽ വളരെ ചുരുങ്ങിയ കുറേ ആളുകൾ മാത്രമാണ് അന്നത്തെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ പങ്കുചേരുവാനായിട്ടുണ്ടായിരുന്നത്. റോമളൂസ് അച്ഛൻ്റെ പ്രവചനം പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ന് ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ അൽഫോൻസാമയുടെ കബറിടം തേടിക്കൊണ്ട് പ്രാർത്ഥനയുമായി ഈ ഭരണജ്ഞാനത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ, മത, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രശസ്തരായ വ്യക്തികൾ, സാധാരണക്കാരായ ആളുകൾ, ഭാരതത്തിൻ്റെ വടക്കേ പ്രദേശങ്ങളിൽ നിന്നുള്ള, ഞാനത് പറയുവാൻ കാരണം കഴിഞ്ഞ ദിവസം മറാഠി ഭാഷ സംസാരിക്കുന്ന മഹാരാഷ്ട്ര സംസ്ഥാനത്തു നിന്നുള്ള ഏതാണ്ട് 400ഓളം ആളുകൾ അൽഫോൻസാമയുടെ സവിധത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിയിരുന്നു. അവർ ഒരു ദിവസം ഇവിടെ താമസിക്കുകയും പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഇവിടുത്തെ ശുശ്രൂഷാ കർമ്മങ്ങളിലുമൊക്കെ പങ്കുചേർന്ന് വലിയ സന്തോഷത്തോടു കൂടിയാണ് അവർ തിരികെ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ അനേകായിരങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായി എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അത് ഈ ജീവിതം പകരുന്ന ഒരു സുഗന്ധമാണ്. അൽഫോൻസാമയുടെ ഹ്രസ്വമായ ഒരു ജീവിതം, ആ ചുരുക്കമായ ജീവിതം വലിയ ഒരു മാതൃക നമുക്കെല്ലാവർക്കും നൽകുന്നുണ്ട്. അത് സഹനത്തിൻ്റെ മാതൃകയാണ്. ഒരുപാട് രോഗപീഠകളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ഒരു ജീവിതമായിരുന്നു. രോഗത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരുപാട് സഹനങ്ങൾ. എന്നാൽ ആ സഹനങ്ങളെ വ്യത്യസ്തമായി കണ്ടു എന്നുള്ളതാണ് അൽഫോൻസാമയുടെ ജീവിതത്തെ വ്യതിരിക്തമാക്കി തീർക്കുന്നത്. സഹനങ്ങളെ ഒരു ദുരിതമായിട്ടോ ശാപമായിട്ടോ അല്ല, മറിച്ച് ആ സഹനങ്ങൾ ദൈവത്തിൻ്റെ രക്ഷാകരമായിട്ടുള്ള സാന്നിധ്യത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടയാളങ്ങളായിട്ട് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഓരോ സഹനവും അൽഫോൻസാമയെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല, കൂടുതൽ ദൈവത്തോട്, കർത്താവിനോട് അടുപ്പിച്ച അവസരങ്ങളായിരുന്നു. അതുകൊണ്ട് സഹനങ്ങൾ ഒരിക്കലും ഒരു ഭാരമായിട്ട് കണ്ടില്ല. കൂടുതൽ സഹനങ്ങൾ കിട്ടുവാൻ ആഗ്രഹിക്കുകയും ആ സഹനങ്ങളിലൂടെ തൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും അവർക്ക് വേണ്ടി ഈ സഹനങ്ങൾ കാഴ്ചവെക്കുവാനുമുള്ള ഒരു ആത്മീയ ശൈലി രൂപപ്പെടുത്തുവാനായിട്ട് അൽഫോൻസാമയ്ക്ക് കഴിഞ്ഞു. അതാണ് അൽഫോൻസാമയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പ്രകാശം എന്നുള്ളത്. സഹനങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകുന്ന അവസരങ്ങൾ പലപ്പോഴും വലിയ നിരാശയിലേക്ക്,
ദുഃഖത്തിലേക്ക്, ജീവിതത്തെ തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്തകളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു ചുറ്റുപാടാണ് അല്ലെങ്കിൽ സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സഹനങ്ങളോട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാഴ്ചപ്പാട് അൽഫോൻസാമ്മയുടെ ജീവിതം പകരുന്ന ഒരു സാക്ഷ്യം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. സഹനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ ഒരർത്ഥത്തിൽ നമ്മളെ ചില ജീവിത പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന അവസരങ്ങളാണ്. പക്ഷേ നമ്മൾ അൽഫോൻസാമ്മ സ്വീകരിച്ചതുപോലെ ആ സഹനങ്ങളിൽ ദൈവികമായ സ്നേഹത്തിൻ്റെയും ദൈവികമായ രക്ഷാകര പ്രവർത്തനത്തിൻ്റെയും ഇടമായിട്ട് അല്ലെങ്കിൽ അവസരമായിട്ട് അതിനെ കാണുവാനും ആ സഹനങ്ങളെ സ്വീകരിക്കുവാനും ആ സഹനങ്ങളിലൂടെ കടന്നു പോകുവാനും നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അൽഫോൻസാമ്മയെപ്പോലെ നമുക്കുമത് സഹനങ്ങൾ വിശുദ്ധീകരണത്തിൻ്റെ കാരണമായി തീരുകയും അത് ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മളെ അടുപ്പിക്കുന്ന അവസരങ്ങളാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാവണം ഒട്ടേറെ ആളുകൾ അൽഫോൻസാമ്മയുടെ കബറിടം തേടി എത്തുകയും അവരുടെ ജീവിത പ്രശ്നങ്ങളെ അവിടെ സമർപ്പിക്കുകയും അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥത്താൽ ആശ്വാസവും സമാധാനവും പ്രാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കർത്താവിങ്കിലേക്ക്, ദൈവത്തിങ്കിലേക്ക്, ദൈവകൃപയിലേക്ക് എത്തുവാനുള്ളൊരു ഉപകരണമായിട്ട് ഈ വിശുദ്ധ മാറുകയാണ്. അൽഫോൻസാമ്മയുടെ തിരുനാൾ 79-ാം ചരമവാർഷികത്തിൻ്റെ തിരുനാൾ നമ്മൾ ആചരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങളെല്ലാവരെയും ഈ തിരുനാളിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. അൽഫോൻസാമ്മയുടെ മൃതശരീരം അടക്കം ചെയ്ത അൽഫോൻസാമ്മ ജീവിച്ചതും മരിച്ചതുമായിട്ടുള്ള ഈ പ്രദേശത്ത്, ഈ അൽഫോൻസ ചാപ്പലിൽ അൽഫോൻസാമ്മ ജീവിച്ച് പ്രവർത്തിച്ച അൽഫോൻസാമ്മയുടെ മഠം ഇവിടമൊക്കെ സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും അൽഫോൻസാമ്മയുടെ നറുമണം പകരുന്ന ആ ജീവിതത്തിൻ്റെ സുഗന്ധം അനുഭവിച്ചറിയുന്നതിന് അൽഫോൻസാമ്മയിലൂടെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നതിനുമൊക്കെ ഈ തിരുനാൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു അവസരമായി തീരട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ആശംസിക്കുകയും ചെയ്യും. ഞാൻ അഡ്വക്കേറ്റ് ബിജു മനിയാനി, കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം അമ്പാറനിരപ്പേൽ ബ്ലൂ ആം ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് എല്ലാവിധ മംഗളങ്ങളും ബ്ലൂ ആം ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പേരിൽ നേരുന്നു. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരപ്പോൾ ഈശോയോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും തന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാനിതനായ ഒരുവനെ അയാൾ ക്ഷണിച്ചിട്ടുണ്ടാവും. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചയാൾ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജയോടെ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കേണ്ടി വരും. എന്നാൽ നിന്നെ വിരുന്നിന് ക്ഷണിച്ചാൽ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക. നിന്നെ ക്ഷണിച്ചയാൾ വന്ന് നിന്നോട് സ്നേഹിത മുന്നിലേക്ക് കയറിയിരിക്കുക എന്ന് പറയും.
അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷണത്തിലിരിക്കുന്ന സകലരുടെയും മുൻപാകെ നിനക്ക് മഹത്വം ഉണ്ടാകും. എന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ താഴ്വരോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ എക്കാരെയോ വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ അനുഗ്രഹീതനായിരിക്കും, കാരണം നിനക്ക് തിരിച്ചു തരാൻ അവർക്കൊന്നുമില്ല. നീതിമാന്മാരുടെ ഉദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലമുണ്ടാകും. ഞാൻ സിനേഷ് മാത്യു, എലിസബത്ത് ഇന്റർനാഷണലിൻ്റെ CEO ആണ്. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. എൻ്റെ പേര് ബിജോയ് വി ജോർജ്. ഞങ്ങളുടെ സ്ഥാപനം അൽഫോൻസ ക്യാൻറ്റീനാണ്. അപ്പം ഈ 19-ാം തീയതി മുതൽ 28-ാം തീയതി വരെ നമ്മുടെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളാണ്. അപ്പോൾ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഈ സ്ഥാപനത്തിൻ്റെയും എൻ്റെ പേരിൽ നേരുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരേക്കും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, അവരുടെ നമുക്ക് അനേകർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ്, അഭയസ്ഥാനമാണ്. ജീവിതത്തിലേറെ സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരു സഹോദരിയാണ് വിശുദ്ധ അൽഫോൻസ. പക്ഷെ നമ്മുടെ എല്ലാം ഒത്തിരി പേരുടെ സഹനങ്ങൾ എടുത്ത് മാറ്റുന്ന ദിവ്യമായ സാന്നിധ്യമായി ആ വിശുദ്ധ മാറി. വിശുദ്ധയുടെ ജീവിതത്തിൽ സഹനങ്ങളില്ലാത്ത ഒരു ദിവസമില്ലായിരുന്നു. സഹനങ്ങളില്ലാത്ത ഒരു ദിവസം വലിയ നഷ്ടമാണ് എന്ന് അൽഫോൻസാമ്മ ആവർത്തിച്ച് പറയുമായിരുന്നു. അത്രമാത്രം ഓരോ ദിവസവും വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോയി. നമ്മളെല്ലാം ഇന്ന് അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സഹനങ്ങളെല്ലാം എടുത്തു മാറ്റണമായിരുന്നു. ഒരു വലിയ വൈരുദ്ധ്യമായിട്ട് തോന്നും. ജീവിതം മുഴുവൻ സഹിച്ച അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സഹനങ്ങളെല്ലാം എടുത്തു മാറ്റണമെന്നാണ്. അമ്മയുടെ മാധ്യസ്ഥ്യത്തിൽ അമ്മ അത് അനേകർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റി തരികയും ചെയ്യുന്നു. മറ്റു ചിലർക്ക് സഹനങ്ങളിലൂടെ കടന്നു പോകാനുള്ള ധൈര്യവും ശക്തിയും പ്രദാനം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിന്തുണയ്ക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായി വിശുദ്ധ അൽഫോൻസ മാറുകയാണ്.
അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ വലിയ ഗുണങ്ങളായിരുന്നു ഈ എളിമയും സഹനത്തോടുള്ള മനോഭാവവും സഹനങ്ങളിൽ തളരാത്ത ഒരു മനസ്സുമല്ല. ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് കൈത്താക്കാലത്തെ ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. ഇത് നമ്മളോട് പറയുന്നതും നമ്മളെ തന്നെ എളിമപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ തന്നെ വില ഇടരുത് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെയാണ്. ഞാൻ എപ്പോഴും ഈ വചനഭാഗം വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, പ്രായോഗികമാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള വചനമാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് പറയുന്നത്. എന്താണ്? നീ ഒരു വിരുന്ന് ഒരുക്കുമ്പോൾ നിന്നെ തിരിച്ചു വിളിക്കാൻ, തിരിച്ച് നിന്നെ ക്ഷണിക്കാൻ കഴിവുള്ളവരെ ഒന്നും വിളിക്കരുത്. നമ്മളാണെങ്കിൽ അങ്ങനെയുള്ളവരെ തന്നെ വിളിക്കത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം മോളുടെ കൊച്ചിന്റെ കുർബാനകൾ പാട് നമ്മളെ ക്ഷണിക്കാത്ത പാർട്ടികളെ നമ്മൾ ഇത്തവണ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരൊന്നും ക്ഷണിക്കത്തില്ല. നമ്മുടെ വീട്ടിൽ അടുത്ത പരിപാടിക്ക് നമ്മൾ ക്ഷണിക്കത്തില്ല. പക്ഷേ കർത്താവ് നമ്മളോട് പറയുന്നത്, നിന്നെ തിരിച്ച് ക്ഷണിക്കാൻ കഴിവില്ലാത്ത കുറെ മനുഷ്യർ, അവര് ദരിദ്രരാവാം, വികലാംഗരാവാം, വൃദ്ധരാവാം, അനാഥരാവാം, അവരെ തെരഞ്ഞു പിടിച്ച് നീ ക്ഷണിക്കണം. അതോടൊപ്പം നീ ഒരു വിവാഹ വിരുന്നിന് പോയാൽ നമ്മളെല്ലാവരുടെയും ആഗ്രഹം, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരും വന്ന് നമ്മളെ സ്വീകരിച്ചുകൊണ്ട് പോകണം, നമ്മൾ ശ്രദ്ധിക്കപ്പെടണം. പക്ഷെ ഇന്ന് കഥാകളോട് പറയുന്നത് എന്താണ്? അങ്ങനെ നീ പോയി പ്രമുഖ സ്ഥാനത്തൊന്നും കയറിയിരിക്കരുത്, നീ പുറകെ അങ്ങനെ പോയി ഇരുന്നാൽ മതി. അപ്പൊ അവര് വന്ന് നീ പ്രധാനപ്പെട്ട ആളാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അവര് വന്ന് നിന്നെ വിളിച്ച് മുമ്പിലോട്ട് കയറി ഇരുത്തിക്കോളും. അതല്ലെങ്കിൽ നീ ഇങ്ങനെ പ്രമുഖ സ്ഥാനങ്ങളിൽ ആദ്യമേ തന്നെ കയറിയിരുന്നാൽ അവര് ചിലപ്പോൾ നിന്നോട് പുറകോട്ടിരിക്കാൻ പറയും. അത് നിനക്ക് വലിയ ക്ഷീണമായിട്ട് മാറും. ഇത് പ്രായോഗികമാക്കാൻ ചില ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും പ്രമുഖ സ്ഥാനം ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരിൽ നിന്നും വില ആഗ്രഹിക്കുന്നവരാണ്. വിവാഹത്തിന് ക്ഷണിക്കപ്പെടുമ്പോൾ മുമ്പിൽ കയറി ഇരിക്കരുതെന്ന് പറയുന്നതിലൂടെ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണ്? നീ നിനക്ക് തന്നെ വിലയിടരുത്. നീ വലിയ ആളാണെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിക്കരുത്. എല്ലാവരും നിന്നെ പരിഗണിച്ചോണം, എല്ലാവരും നിന്നെ കരുതിക്കോണം നീ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ പാടാണ്. അതുകൊണ്ട് നീ തന്നെ നിനക്ക് വിലയിടരുത്. നീ ക്ഷണിക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിലയൊന്നും ഇല്ലാത്തവനെ പോലെ അവിടെ പോയിരുന്നാൽ മതി. നീ പ്രമുഖനാണെങ്കിൽ, നീ കൂടുതൽ വിലയുള്ളവനാണെങ്കിൽ, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നീ കുറച്ചുകൂടെ പ്രധാനപ്പെട്ടതാണെങ്കിൽ അവര് നിനക്ക് വില തന്നോളൂ. അല്ലാതെ നീ തന്നെ നിനക്ക് വിലയിടരുത്. നമ്മൾ പലപ്പോഴും സ്വയം വിലയിടുന്ന ആൾക്കാരാണ്. നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്താണ്? മറ്റുള്ളവർ നമുക്ക് വില തരുന്നില്ലെന്നുള്ളതാണ്. എന്റെ കെട്ടിയവൻ എന്നെ മാനിക്കുന്നില്ല, എന്റെ കെട്ടിയോട് എനിക്ക് വില തരുന്നില്ല, എന്റെ പിള്ളേര് അവരെ കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയതാണ്, എന്നിട്ട് എന്റെ വാക്കിനൊന്നും അവർക്ക് വിലയില്ല. ഇന്നലെ ഞാൻ പരിചയപ്പെടാനാണ് പറയുന്നതൊക്കെ അവർ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആൾക്കാർ എന്റെ വാക്കിന് വില തരുന്നില്ല, എന്റെ വാക്കിന് വില തരാത്തതുകൊണ്ട് എനിക്ക് തന്നെ വിലയില്ല. അങ്ങനെ വിലയില്ല എന്ന് വിഷമിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ കർത്താവിന്റെ പ്രലോഭനങ്ങളുണ്ടല്ലോ, 3 പ്രലോഭനങ്ങൾ. ഒരു ഭൂമിയിൽ കർത്താവ് 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പിശാച് കർത്താവിനെ പ്രലോഭിപ്പിക്കുന്നു. അതിന് രണ്ടാമത്തെ പ്രലോഭനം എന്താണ്? ഉയർന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിൽ കയറ്റി നിർത്തിയിട്ട് കർത്താവിനോട് പറയണം, താഴേക്ക് ചാട്. എന്തിനാ ചാടി? നീ മിടുക്കനാണെന്ന് തെളിയിച്ച്, നീ ദൈവപുത്രനാണെന്നൊന്ന് തെളിയിച്ച്. കാരണം വചനത്തിൽ എഴുതിയിട്ടുണ്ട്, ചാടും, നീ അങ്ങനെ ചാടുവാണെങ്കിൽ മാലാഖമാർ നിന്നെ കരങ്ങളിതാമെന്ന് എഴുതിയിട്ടുണ്ട്. കാണട്ടെ ചാട്. കർത്താവിനോട് പറഞ്ഞെന്താ? എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. എൻ്റെ പേര് ജോസി ജോസ്. ഞാൻ കോട്ടയം ജില്ലയിലെ മണർകാടിന് പാമ്പാടിക്കും ഇടയ്ക്ക് വെസ്റ്റേൺ മാറ്റർസ് സൂപ്പർ സ്റ്റോർ എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുകയാണ്. ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു.
ഞങ്ങളുടെ സ്ഥാപനം റോസ് ഏഞ്ചൽസ് ഫോർ ലേഡീസ് ആൻഡ് കിഡ്സ്. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസാമ്മയുടെ മഠത്തിൻ്റെ ഓപ്പോസിറ്റ് പേരക്കാട്ട് ബിൽഡിങ്ങിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാളിന് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ജീവിതത്തിലെ ഉപദ്രവങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രശസ്തരായി പ്രക്ഷോഭിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവഫലങ്ങൾ സഭയ്ക്കുള്ളറിയുവാൻ സഭാപിതൃകൾ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രചോദിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെയും ഒന്ന് തെരഞ്ഞെടുത്തെയും ജനത്തിന്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും നേർന്ന് ഞങ്ങളെ അമ്മമായി ലളിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ഭോജനം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കീർത്തനയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാറിയോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ സ്നേഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിരസ്തീർഘമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ വേർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ
അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്നേഹമായി തിരഞ്ഞെടുപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. എൻ്റെ പേര് ലിബി. ഞാൻ പാലാ മൂഴെ ജ്വല്ലറിയുടെ പാർട്ണറാണ്. ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് മൂഴെ ജ്വല്ലറിയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ നേരുന്നു. എൻ്റെ പേര് സിമ്മി മാത്യു. ഇതെൻ്റെ വൈഫ് അജിനി സിമ്മി. ഞങ്ങൾ കുറുപ്പന്ത്ര സെൻറ്റ് സേവിയർ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എന്ന സ്ഥാപനം നടത്തി വരികയാണ്. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് സെൻറ്റ് സേവിയർ സ്കൂൾ ഓഫ് നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിൻ്റെയും ഞങ്ങളുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. അൽഫോൻസാമ്മയുടെ തിരുനാൾ 19-ാം തീയതി നമ്മുടെ കൊടികേറിയ സമയത്ത് തൊട്ട് ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ വിശ്വാസപൂർവ്വം അമ്മയുടെ കബറിടത്തിങ്കൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ശനിയാഴ്ച ആയിട്ടും മഴയായിട്ട് പോലും ജനങ്ങളുടെ ജനപ്രവാഹം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നും ഞായറാഴ്ച
ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ രാവിലെ തന്നെ വന്ന് പോയി കഴിഞ്ഞു. ഇതിപ്പം ഈ സമയത്തും ഈ ഉച്ച സമയത്തും അല്പം അമ്മയുടെ അനുഗ്രഹം തേടി ദൂരദേശത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരുടെ ഒരു സഹായത്തിനായി നമ്മുടെ വോളണ്ടിയേഴ്സുണ്ട്, അതുകൊണ്ട് അവരുടെ സെക്യൂരിറ്റിക്കാരുണ്ട്, അച്ഛന്മാർ, വിവിധ ഇടവകയിൽ അച്ഛന്മാരെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ നടക്കുന്ന തിരുനാൾ സമയത്തും ഇത് നമുക്കിവിടെ വാഹനങ്ങളും ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള ഇടയില്ലെങ്കിൽ പോലും നമ്മൾ അതിനുള്ള സജ്ജീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട്. അമ്മയുടെ അനുഗ്രഹം ലോകത്തെല്ലായിടത്തും ഉള്ളതുപോലെ എല്ലാ നാട്ടിൽ നിന്നും ഈ അനുഗ്രഹം വാങ്ങാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ അത്ഭുതങ്ങൾ നമുക്ക് എണ്ണിയാൽ പറയാത്ത തരത്തിലുള്ള അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അമ്മയുടെ കാര്യം വിശേഷിച്ച് നമ്മൾ ഒത്തിരി പറയേണ്ട കാര്യങ്ങളുള്ളതല്ല. വന്ന് അനുഗ്രഹം വാങ്ങിയിട്ടുള്ളവർക്ക് മാത്രം അത് നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കാത്തത്രം അത്ഭുതങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം കിട്ടിയേ ഇവിടെ പോയിട്ടുള്ളൂ. ചോദിക്കുന്നത് കൊടുത്തേ അമ്മ വിടാറുള്ളൂ. അത് ആ അനുഗ്രഹം ഇന്നിപ്പോൾ വന്നവർ ഇനിയും വരുന്ന സമയങ്ങളിലും അടുത്ത വർഷങ്ങളിലും ഈ അനുഗ്രഹം വാങ്ങാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അവർക്ക് അമ്മ അതിയായ അനുഗ്രഹം തന്നെ കൊടുത്ത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്ന ജനങ്ങളെ അമ്മ സ്വീകരിച്ച് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഈ 22-ാം തീയതി പെരുന്നാളിൻ്റെ ഈ സമയത്ത് കോരിച്ചൊരിയുന്ന മഴകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് നല്ല ശുഭമായ കാലാവസ്ഥ, രാവിലെയൊക്കെ മൂടിക്കെട്ടി നിന്ന സമയമാണ്. നമ്മൾ ഭയങ്കരമായിട്ടും സങ്കടം വന്നിരുന്നു. ഇന്നും ഭയങ്കര മഴയാണെങ്കിൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടുമായിരുന്നു. എങ്കിലും ആ മഴയെല്ലാം അമ്മയുടെ അനുഗ്രഹം ആണ് ഈ സമയത്ത് ഇവിടെ നമ്മൾ കാണുന്നത്. നല്ല വെയിലാണ്. ഈ മൂടിക്കെട്ടി ചെറുതായിട്ട് പൊഴിയുന്ന ഉണ്ടെങ്കിൽ പോലും നല്ല അതിയായ വെയിലാണ് നമുക്കിപ്പം ഇവിടെ അനുഭവപ്പെടുന്നത്. അൽഫോൻസാമ്മ വഴി ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളാവാതിരുന്നപ്പോൾ ഇവിടെ അൽഫോൻസാമ്മയ്ക്ക് തൊട്ടിൽ നേർച്ച കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഒരു 2 ഓമന കുഞ്ഞുങ്ങളെ കിട്ടി. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയാണ് അൽഫോൻസാമ്മ. കൊച്ചു പ്രായത്തിലെ വളരെ സൗന്ദര്യവതിയായിരുന്നിട്ട് പോലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മറ്റൊരു ജീവിതത്തിലും ആഗ്രഹിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം ജീവിച്ച നല്ലൊരു പുണ്യവതിയാണ്. നമുക്ക് ജീവിതത്തിൽ മാതൃകയായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വിശുദ്ധയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയായ അൽഫോൻസാമ്മയുടെ തിരുനാളാണ്. പാലാ ബേക്കേഴ്സ് കുടുംബത്തിൻ്റെ തിരുനാൾ ആശംസകൾ ഏവർക്കും ഏറെ സ്നേഹത്തോടെ നേരുന്നു. നന്ദി. ഞാൻ ഷെറിൻ, അപ്പോളോ ഇൻഡസ്ട്രീസിലെ MD ആണ്. ഞാൻ നസീറ, അപ്പോളോ ഇൻഡസ്ട്രീസിലെ സെയിൽസ് എക്സിക്യൂട്ടീവാണ്. ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് അപ്പോളോ ഇൻഡസ്ട്രീസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
ദൈവമഹത്വത്തിന് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളെ ഇവിടെ പാലാ രൂപതയിൽ തന്നെ കുറവിലങ്ങാട് മർത്തമറിയം പള്ളി ഇടവക്കാരാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് അൽഫോൻസ അമ്മയുടെ സന്നിധിയിൽ കഴിയുന്നതും പല മാസങ്ങളിൽ മാസത്തിൽ ഒന്നെങ്കിലും വെച്ച് ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൽഫോൻസ അമ്മയുടെ വിശുദ്ധ പദവിയിലാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എൻ്റെ വൈഫ് ലൂണ. ഞങ്ങൾക്ക് വളരെ പ്രത്യേകമായിട്ട് ഈ 2018 മുതൽ അൽഫോൻസാമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത വന്നത്, എൻ്റെ വൈഫിന് ഒരു ക്യാൻസർ രോഗാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഗുരുതരമാണെന്ന് 2018 തന്നെ ഡയഗ്നൈസ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ദൈവാശ്രയത്തിൽ ഊന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ മുത്തിയമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. മറ്റു വിശുദ്ധ സ്ഥലങ്ങൾ അടുത്തുള്ള അൽഫോൻസാമ്മയുടെ സന്നിധിയിൽ മാന്നാനത്തെ അങ്ങനെയൊക്കെ പോയി ഒക്കെ ആയിട്ട് ഒരു ആത്മീയമായിട്ടുള്ള ഒരു ശക്തി സംഭരിച്ച് നിന്നതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് ഒരു 5 വർഷത്തോളം നീണ്ടു നിന്ന ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ ശരീരത്തിൽ ക്യാൻസർ ഒന്നും ഇല്ല എന്ന് പെറ്റ് സ്കാൻ വഴി ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഡോക്ടർമാർ കണ്ടിന്യൂയിങ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ പറഞ്ഞ 2018 മുതൽ ഇവിടുത്തെ ഈ തിരുനാളിൻ്റെ സമയത്ത് പ്രസിദ്ധന്തി ആയിട്ട് ഇത് ഞങ്ങളുടെ പേര് കൊടുക്കുകയും ഞങ്ങൾ ഒരു ദിവസം കുടുംബമായിട്ട് വന്നു ഇതിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുത്ത് ഞങ്ങൾ തിരികെ പോകുന്നതാണ്. അപ്പം കഴിഞ്ഞ 3 ദിവസം മുമ്പും വന്നിരുന്നു കുടുംബമായിട്ട്. ഇന്ന് ഞങ്ങളുടെ ഒരു പ്രത്യേക പ്രചോദനം തോന്നി ഇന്നും കൂടെ ഒന്ന് പങ്കെടുത്തേക്കാം എന്നുള്ള രീതിയിൽ ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നു ഞങ്ങൾ ഒരു കുറച്ച് സമയം ശാന്തമായിട്ട് ഈ ത്രോണോസിൽ പ്രാർത്ഥിച്ച് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിറ്റ്നസ് പറയണമെന്ന് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഫലമായിട്ട് ഉള്ള ഞങ്ങളുടെ ഒരു ടെസ്റ്റിമണിയാണ് അൽഫോൻസാമ്മയുടെ സന്നിധിയിൽ ആരെല്ലാം എങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികളിൽ കൂടെ കടന്നു വന്നു കഴിഞ്ഞാലും അവർക്ക് ആശ്രയം അൽഫോൻസാമ്മ ഉണ്ട് എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ഞങ്ങളുടെ ജീവിതം എന്ന് തന്നെ പറയാം. ഞാൻ ലാലിച്ചൻ പാലാ ഗ്രാൻഡ് കോർട്ട്യാർഡ് ഹോട്ടലിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സഹനത്തിൻ്റെ രാജ്ഞിയായ നമ്മുടെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെയും ഞങ്ങളുടെ സഹപ്രവർത്തകരുടെയും എല്ലാവരുടെയും തിരുനാൾ ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് മനു. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ATM ഡെക്കോർ ലാംപ്സ് എന്നാണ്. നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് പാലായിൽ അരുണാപുരം ബൈപ്പാസിലാണ്. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ ഷോപ്പിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു.
എൻ്റെ മകന് സെമിനാരിൽ പോയപ്പോൾ മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ സലേഷ്യ സഭയിൽ അച്ഛനായിട്ട് വർക്ക് ചെയ്യുന്നു. പിള്ളേരെല്ലാം ഒരുമാതിരി നല്ല നിലയിലൊക്കെ പ്രവർത്തിക്കുന്ന അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്. അനേകം വർഷങ്ങളായി ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് ദിവസങ്ങളൊക്കെ വരും. ഒത്തിരി കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അൽഫോൻസാമ്മയെ പ്രാർത്ഥിക്കും. എൻ്റെ പേര് ബിയാട്രീസ്, കൊല്ലം ശാസ്താംകോട്ടയാണ് ഇടവക. വിശുദ്ധ അൽഫോൻസാമ്മ, ഞാൻ ആദ്യമായിട്ടാണ് അൽഫോൻസാമ്മ അമ്മയുടെ ദേവാലയത്തിൽ വരുന്നത്. അൽഫോൻസാമ്മയെ കുറിച്ചുള്ള അത്ഭുതങ്ങളും കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ, പ്രയാസങ്ങളും വരുമ്പോൾ അൽഫോൻസാമ്മയുടെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അമ്മ അത് അനുഭവാവസ്ഥയായിട്ട് നമുക്കത് സാധിച്ചു തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി ആദ്യമായിട്ട് അമ്മയുടെ അടുത്ത് ഓടി എത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അമ്മയുടെ അടുത്ത് വന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ മനസ്സിന് ഒത്തിരി സന്തോഷവും സമാധാനവും, നമുക്ക് ഏത് പ്രതിസന്ധികളുണ്ടായാലും വിഷമങ്ങളുണ്ടായാലും അത് സഹിച്ച് ക്ഷമയോടുകൂടി അത് സഹിക്കുവാനുള്ള ഒരു ശക്തി അൽഫോൻസാമ്മയിൽ നിന്നും ലഭിച്ചു. എൻ്റെ പേര് സിസ്റ്റർ ഡോണ ജോസ്. ഞാൻ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ പാലാ പ്രൊവിൻസിലെ ഒരു സിസ്റ്ററാണ്. എൻ്റെ ജന്മം തന്നെ ഈ ജൂലൈ മാസത്തിലാണ്. ജൂലൈ 23 എൻ്റെ ബർത്ത്ഡേ ആണ്. അന്ന് ഞാൻ ഈ ഭരണങ്ങാനത്ത് മേരിഗിരി ഹോസ്പിറ്റലിൽ ഉണ്ടായപ്പോൾ എന്നെ കാണാൻ വന്ന എല്ലാവരും പറയുമായിരുന്നു, അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ സമയത്താണല്ലോ ഈ കുഞ്ഞുണ്ടായത്, അതുകൊണ്ട് തീർച്ചയായും ഇവളൊരു സിസ്റ്റർ ആകുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അൽഫോൻസാമ്മ എന്നൊരു മഹത്തായ നാമം. പിന്നെ എനിക്ക് ദൈവവിളി സ്വീകരിച്ച് FCC കുടിലേക്ക് കടന്നു വന്നപ്പോഴാണെങ്കിലും ആദ്യമായി ഒരു ക്ലാസ്സൊക്കെ എടുക്കാൻ, കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ആ ക്ലാസ്സെല്ലാം ഒരുങ്ങി ഈ ഭരണങ്ങാനത്ത് ഈ കബറെടുത്തെങ്കിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ക്ലാസ് എടുക്കാൻ പോയത്. അത് ഒരു 500ഓളം ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുങ്ങൾക്കായിരുന്നു ആദ്യമായിട്ട് ഞാൻ ക്ലാസ് എടുത്തത്. അത് വളരെ ഭംഗിയായിട്ട് എടുക്കാൻ എനിക്ക് സാധിച്ചു. പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടിപ്പോൾ എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യത്തിനും മുമ്പ് ഞാൻ ഇവിടെ ഭരണങ്ങാനത്ത് വരും. അൽഫോൻസാമ്മയുടെ കബറെടുത്തെങ്കിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഏത് കാര്യത്തിനും പുറപ്പെടുന്നത്. പിന്നെ അൽഫോൻസാമ്മ ജീവിച്ച അതേ സഭയിലേക്ക് കടന്നു വരാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ കുടുംബത്തിലാണെങ്കിലും ഒരു പെൺകുഞ്ഞില്ലാതെ വേദനിച്ചിരുന്ന സമയത്ത് അൽഫോൻസാമ്മയോട് അവർ പ്രാർത്ഥിച്ചു, ഒരു പെൺകുഞ്ഞ് ജനിക്കുവാണെങ്കിൽ ആ കുഞ്ഞിന് അൽഫോൻസ എന്ന് പേരിട്ടേക്കാമെന്ന്. ഉണ്ടായ കൊച്ച പെണ്ണായിരുന്നു. ആ കുഞ്ഞിനും അൽഫോൻസ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു അധ്യാപികയായി ശുശ്രൂഷ ചെയ്യുമ്പോഴും എല്ലാ ദിവസവും ഞാൻ അൽഫോൻസാമ്മയുടെ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. ആദ്യമായി വിറച്ച് ഒരു സ്റ്റേജിൽ കയറിയ ഞാനിന്ന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിനെല്ലാം പിന്നിൽ പ്രചോദനമായി നിന്നത് അൽഫോൻസാമ്മ ഒരു അധ്യാപികയായിരുന്നു. അൽഫോൻസാമ്മയാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇപ്പോഴും ഒരു സ്വന്തം ചേച്ചിയെപ്പോലെ ഞാൻ അൽഫോൻസാമ്മയെ സ്നേഹിക്കുന്നുണ്ട്. ഞാനായിരിക്കുന്ന എൻ്റെ ഭവനം അൽഫോൻസാമ്മയുടെ കുടുംബമാണ്. അൽഫോൻസാമ്മ ജീവിച്ച അതേ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അൽഫോൻസാമ്മയുടെ ഒരു കുഞ്ഞനുജത്തിയായി ഈ ഫ്രാൻസിസ്കൻ ക്രൈസ്റ്റ് കോൺഗ്രിഗേഷനിൽ ജീവിക്കുന്നതിൽ ഞാൻ എന്നും ഏറെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ലോകത്തിന് മുഴുവൻ വേണ്ടി വിശുദ്ധ അൽഫോൻസാമ്മയോട് പ്രാർത്ഥിക്കാനാണ് ഇന്ന് ഈ ഭരണങ്ങാനത്തേക്ക് കടന്നു വന്നത്. ഏവർക്കും തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് ടോമി ജേക്കബ്. ഞാൻ പാലാ ട്രോണിക്സ് ITയുടെ MD ആണ്. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമ്മ പെരുന്നാളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഭരണങ്ങാനത്ത് നടക്കുന്ന വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് ക്വാളിറ്റി കാർസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
തോമസ്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ്? പള്ളിയിൽ ഞാൻ ഇടവക്കാരനാണ്. പിന്നെ താഴത്തെ പള്ളിയിൽ ഉണ്ട് ഇടവക, അതാണ് പള്ളിയിൽ പോകുന്നത്. ഇവിടെ അൽഫോൻസ് ചാപ്പലിൻ്റെ വോളണ്ടിയറാണ്. ആഘോഷമായിട്ട് അല്ല, ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോളണ്ടിയർ ഞങ്ങൾ സ്ഥിരമായിട്ട് 100 പേരോ 100 പേര് മുകളിൽ ആളുണ്ട്. അപ്പോൾ ഈ പെരുന്നാൾ ദിവസങ്ങളിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടവക അംഗങ്ങൾ ചോദിക്കുകയാണ്, ഈ പഴയകാല ഓർമ്മകൾ, പെട്ടെന്ന് അൽഫോൻസാമയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? അൽഫോൻസാമയെ പറ്റി ഓർമ്മ, ഞാൻ അൽഫോൻസാമ മരിച്ച പിന്നെ ഉണ്ടായ ആളാണ്. അതേസമയം എൻ്റെ അമ്മയ്ക്ക് അൽഫോൻസാമയോട് കുറച്ചും അടുപ്പമുണ്ട്. അൽഫോൻസാമ താമസിച്ച മഠത്തിൽ അമ്മ മിക്കവാറും വരും. അൽഫോൻസാമയുടെ ചെറിയൊരു അടുപ്പമുള്ളതുകൊണ്ട്, ബന്ധമുള്ളതുകൊണ്ട് മിക്കവാറും അമ്മയുടെ അടുത്ത് വരുമായിരുന്നു. ചേട്ടൻ അമ്മ നേരിട്ട് അൽഫോൻസാമയെ കണ്ടിട്ടുണ്ട്? ഉണ്ട്. അൽഫോൻസ് കണ്ടല്ല, അൽഫോൻസാമ മുറിയിൽ പോകും, അൽഫോൻസാമ വർത്തമാനം പറയും. അതൊരു അവർ തമ്മിലൊരു അമ്മ പറഞ്ഞു തന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ അൽഫോൻസാമയെ കുറിച്ചുള്ള? അമ്മ പറയുന്നത്, അമ്മ പറഞ്ഞു അമ്മ ഇങ്ങനെ വരുന്നതാണ്. അൽഫോൻസാമ ഒരു രോഗിയായിട്ട് ഇരുന്നാലും അമ്മയുടെ മുറി വരുമ്പോൾ നല്ല ഒരു പരിമളം ഉണ്ട് അമ്മ പറയും. പ്രത്യേക ഒരു സുഖേട് കിടക്കുന്ന മുറിയിലൊക്കെ പോയാൽ അത്ര അങ്ങനെയൊക്കെ വരുന്നത്, അങ്ങനെ നല്ല ഒരു സുഗന്ധം അവിടെ ഉണ്ടായിരുന്നു. അമ്മ പ്രത്യേകം പറയുന്നുണ്ട്. അമ്മ ഇങ്ങനെ അടുത്ത് പോയി ഇരിക്കുകയും കാലിലൊക്കെ അതൊക്കെ തിരുമ്പുകയൊക്കെ ചെയ്യുമായിരുന്നു. അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു അമ്മയായിരുന്നു. നേരത്തെ മുതൽ അമ്മയ്ക്ക് നല്ലൊരു പരിശുദ്ധമായ രീതിയായിരുന്നു ഉണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. മക്കളില്ലാത്തവർക്കൊക്കെ അതൊക്കെ ഉണ്ട്. മക്കളില്ലാത്തവർക്ക് അമ്മ ഇതെല്ലാം ഇന്നിപ്പം അതിനുള്ള പ്രത്യേക ചടങ്ങുകൾ ഇവിടെ ഉണ്ട് താനും. അത് ശരി. പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണ് തിരുനാളുമായി ബന്ധപ്പെട്ട്? തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട പെരുന്നാളിൻ്റെ കുർബാനകൾ, ധാരാളം കുർബാനയും താഴത്തെ പള്ളി ഈ പള്ളിയിലുണ്ട്, ഈ ചാപ്പലിലുണ്ട്. പ്രദക്ഷിണങ്ങളുണ്ട്. 10 ദിവസമായിട്ട് നൊവേനയും വൈകിട്ട് കുർബാനയും പ്രദക്ഷിണവും നടക്കുന്നുണ്ട്. അതുപോലെ നാളത്തെ പെരുന്നാളിലും നല്ല ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. നല്ല തിരക്കുള്ള ദിവസമാണ്. നാളെ ഇപ്പം പ്രധാനപ്പെട്ട കുർബാനകളൊക്കെ ഉണ്ടോ ഇവിടെ? ഇവിടെ എല്ലാം ഓരോ മണിക്കൂറായിട്ട് ഈ ചാപ്പലിൽ കുർബാനയുണ്ട്. താഴെ ആഘോഷ കുർബാനയും പിന്നെ നേർച്ചവഞ്ചിരിപ്പ്, പ്രദക്ഷിണം എല്ലാം താഴത്തെ പള്ളിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ സമയത്ത് ഇവിടെ നല്ല ആൾത്തിരക്കുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് അത്ഭുത സിദ്ധികളുള്ള ഒരു പള്ളിയാണെന്നാണ് ഞാൻ കേട്ടുള്ളത്. ഭരണങ്ങാനം പള്ളി. ഭരണങ്ങാനം പള്ളി പണ്ട് കാലമുള്ള 2000 വഴക്കമുള്ള പള്ളിയാണ് അല്ലേ? 1000 മുകളിൽ വഴക്കമുള്ള പള്ളിയാണ്. ഈ അൽഫോൻസാമയിലുണ്ടായ പിന്നാണ് ഈ നാട് തന്നെ വളരെ മാറ്റങ്ങൾ വന്നു. ധാരാളം താമസക്കാരുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അപ്പോൾ യാത്രാ സൗകര്യങ്ങളുണ്ട്, ഇനിയും ഉണ്ടാകാനിരിക്കുന്നു. അതുപോലെ ഇവിടെ എല്ലാം പള്ള പിടിച്ച് കിടന്ന സ്ഥലങ്ങളാണ്. എല്ലാം നല്ല ഭംഗിയായിട്ട് തിരുനാൾ അല്ലെങ്കിൽ പോലും കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒരുപാട് ആളുകൾ വരാറുണ്ട്. എല്ലാ മിക്കവാറും ദിവസങ്ങളൊക്കെ നല്ല തിരക്കുണ്ട്. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിലെ പ്രദക്ഷിണത്തിനും കുർബാനയ്ക്കും നല്ല തിരക്കുണ്ട് ഇവിടെ. ഈ ജാതിപത ഭേദമന്യേ എല്ലാവരും അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാ ആൾക്കാർക്കും ഇവിടെ വരാം. വിശ്വാസമുള്ളവർക്ക് ആർക്കും വരാം. ഒരു തിരിപ്പില്ല ഇവിടെ. എല്ലാവർക്കും കയറി പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട്. ശരിയാണ്. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. എല്ലാ ദിവസവും ഇവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരതിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാൽ അവർ ചെയ്തു കൊടുക്കും. എൻ്റെ പേര് കൊച്ചറാണി മാത്യു. എൻ്റെ പേര് മാധവക്കുട്ടി മാത്യു. ലിറ്ററാണി അഗ്രോ ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഉടമസ്ഥരാണ്. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമയുടെ നാമധേയത്തിലുള്ള തിരുനാളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. My name is Joseph Jose. ഇവിടെ ഭരണങ്ങാനത്ത് ചെന്നാമ്പുരയിൽ ഫർണിച്ചർ ആൻഡ് കിഷോർ ഫോട്ടോ ഫ്രെയിംസ് ആൻഡ് പ്രൊഫഷണൽ ആർട്ടിക്കിൾസ് നടത്തുന്നു. ഇവിടെ ഞങ്ങളുടെ ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.
എൻ്റെ പേര് ജോസ് എന്നാണ്. ഞാൻ ഇവിടെ അൽഫോൻസാമ്മയുടെ ചാപ്പലിൻ്റെ വളരെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ്. എനിക്ക് 5 വയസ്സുള്ളപ്പം മഠത്തിൽ കോൺവെൻറ്റിൽ 1-ാം ക്ലാസ്സിൽ ചേർന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിൻ്റെ തൊട്ടടുത്തായിരുന്നു അൽഫോൻസാമ്മ രോഗാതുരയായിട്ട് കിടന്ന മുറി. അന്നത്തെ ഗുരുക്കന്മാരൊക്കെ ആ മുറിയിൽ ചെന്ന് നോക്കാനായിട്ട് വിലക്കുമെങ്കിലും ഞങ്ങൾ കാണാതെ ജനലിൽ അവിടെ പോയി സിസ്റ്ററിനെ നോക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള ഓർമ്മയില്ല, എന്നാലും ഓർക്കുന്നുണ്ട്. പിന്നെ മരിച്ചു കിടക്കുന്ന കാണാനായിട്ട് പോയപ്പം അൽഫോൻസാമ്മ അവിടെ പൊതുവേ ഒരു പറച്ചിലുണ്ടായിരുന്നു, ഇത് ജീവിക്കുന്ന പുണ്യവതിയാണെന്ന്. അതുകൊണ്ട് അറിവ് ചെന്നപ്പോൾ എൻ്റെ ഒരു മൂത്ത സിസ്റ്ററുണ്ട്, 95 വയസ്സുള്ള ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്റർ പറഞ്ഞത് പ്രകാശമാമായ ഒരു മുഖമാണ് അവിടെ കണ്ടത്, അല്ല സാധാരണ കാണുന്ന പോലെ ഒരു മൃതശരീരമല്ല കണ്ടത് എന്നാണ് പറഞ്ഞിരുന്നത്. അത്രയായിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് പറയാനായിട്ട് പിന്നെ അടക്കനെക്കുറിച്ച് പറയാൻ ഞാൻ ശരിയായിട്ട് ഓർക്കുന്നില്ല. 5 വയസ്സ് 6 വയസ്സ് 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിലോട്ട് കയറിയ സമയത്താണ് അൽഫോൻസാമ്മയുടെ മരണം. ഇത്രയേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ ചമ്പക്കരയിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ മക്കൾ 3 പേര് കന്യാസ്ത്രീകളുണ്ട്. 2 പേര് ക്ലാരമഠത്തിലാണ്, അൽഫോൻസാമ്മയുടെ മഠത്തിലാണ്. എല്ലാ വർഷവും തിരുനാളിന് വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. അൽഫോൻസാമ്മയെ കാണാനും കവർഡൊക്കെ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഞാൻ വന്നിട്ടുണ്ട്. അൽഫോൻസാമ്മയുടെ ആ ഒരു ഇത് കൊണ്ടുകൊണ്ടാണോ മക്കള്? അതെ, അൽഫോൻസാമ്മയുടെ മഠത്തിലാണ് 2 മക്കൾ ക്ലാരമഠത്തിലാണ്. അവർ 2 പേർക്കും അൽഫോൻസാമ്മയെ പറ്റി ഭയങ്കര ഭക്തി കാര്യവും വിശ്വാസവുമാണ്. അപ്പോൾ ആ വിശ്വാസം കിട്ടിയത് അമ്മയിൽ നിന്നാണോ മക്കൾക്ക്? അതെ, അമ്മയിൽ നിന്നാണ്. ഈശോ എപ്പോഴും കർത്താവിന് സ്തുതി, ഈശോയ്ക്ക് സ്തുതി മാത്രമേ പറയാനുള്ളൂ. പുഞ്ചിരി ഒരു തിരുവട്ടമാണ്. സങ്കടപ്പെടുന്നവരുടെ മുഖത്ത് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കുമെന്ന് പറഞ്ഞ അൽഫോൻസാമ്മ ഏത് പ്രായത്തിലെ ആളുകൾക്കും ഏത് തലമുറയിലെ ആളുകൾക്കും എന്നും പ്രചോദനമാണ്. കുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മുടെ പേരെന്താണ്? ക്ലെറിൻ. അൽഫോൻസാമ്മയെ കുറിച്ചുള്ള പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ്? ഇവിടെ വരുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട്. ഞങ്ങൾ എല്ലാ കൊല്ലം ഇവിടെ വരാറുണ്ട്. അൽഫോൻസാമ്മയെ കാണാൻ ഞങ്ങൾ വരാറുണ്ട്. എപ്പോഴും വരാറുണ്ട്. പരീക്ഷയ്ക്കൊക്കെ പ്രാർത്ഥിക്കാറില്ലേ? അപ്പോൾ സ്വപ്നത്തിലൊക്കെ ഇങ്ങനെ അൽഫോൻസാമ്മ വരാറില്ലേ? നമുക്ക് സമാധാനം ഒക്കെ തരാറില്ലേ? ഉണ്ട്. എന്താണ്? വാക്കാട് ഞങ്ങളുടെ തൊട്ടടുത്താണ് അൽഫോൻസാമ്മ പഠിപ്പിച്ചതാണ് സ്കൂളിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നുള്ള തൊട്ടടുത്തുള്ള മേലുകാമറ്റം എന്നുള്ള ഒരു പുണ്യസ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് ഇങ്ങോട്ട്. ഓ ശരി. അപ്പോൾ അമ്മ എന്താണ് അൽഫോൻസാമ്മയെ കുറിച്ചുള്ള പെട്ടെന്നുള്ള പഴയ ആ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരുന്നത്? 30 വർഷമായിട്ട് ഞാൻ അൽഫോൻസാമ്മയുടെ ഭക്തയാണ്. ഓ അത് ശരി. അതൊക്കെ മക്കളിലും കൊച്ചുമക്കളിലും ഒക്കെ മരുമക്കളിലും ഒക്കെ കാണാറുണ്ട്. കാരണം എനിക്ക് അത്ഭുതങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ശരി. തൊണ്ടമുഴ വന്നപ്പം ഡോക്ടറെ ഓപ്പറേഷൻ തീരുമാനിച്ചതായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തൊണ്ടമുഴ പൂർണ്ണമായും സുഖപ്പെട്ടു. അത് കഴിഞ്ഞ് അൽഫോൻസാമ്മയുടെ അനുഗ്രഹമാണത് അല്ലേ? എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അമ്മ എന്താണ് തോന്നുന്നത്? അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരമ്മയാണ്. ഏത് ദുഃഖങ്ങളിലും ഞങ്ങളിലോട്ട് കടന്നു വരികയും മക്കളെ എല്ലാവരെയും നല്ല നിലയിൽ എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത അമ്മയാണ്. ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ? തിരുനാളൊക്കെ അൽഫോൻസാമ്മയുടെ തിരുനാളൊക്കെ വരുമ്പോൾ അത് സന്തോഷമാണ്. ശരി, നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ തന്നെ എല്ലാം തോന്നുന്നു. കേരളത്തിലല്ല, ഞങ്ങൾ പുറത്ത് യൂറോപ്പിലാണ്, നെതർലൻഡ്സിലാണ്. അപ്പം ഞങ്ങൾ അൽഫോൻസാമ്മയുടെ പെരുന്നാളിൻ്റെ സമയത്താണ് ഞങ്ങൾക്ക് എപ്പോഴും വെക്കേഷൻ ഉള്ളത്. അപ്പം ഞങ്ങൾ എപ്പോഴും ആ പെരുന്നാളിൻ്റെ സമയത്ത് ആ ടൈമിൽ കറക്റ്റായിട്ട് വരാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഈ കബറടത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു വലിയൊരു ആശ്വാസമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ മോൻ്റെ ബാപ്റ്റിസം ഞങ്ങൾ നടത്തിയത് അൽഫോൻസാമ്മയുടെ 28-ാം തീയതി ആയിരുന്നു. അതുകൊണ്ട് അവന് അൽഫോൻസ് മാത്യു എന്നാണ് അവൻ്റെ. അതെ അതെ, അതുകൊണ്ട് അത് പ്രത്യേകം ഇട്ടതാണ്. അതുകൊണ്ട് അവൻ ഇന്ന് സ്പെഷ്യലി ഈ പെരുന്നാൾ കൂടാൻ വേണ്ടി വന്നത് തന്നെ അവൻ പറഞ്ഞു എൻ്റെ ഫീസ്റ്റ് എന്നും പറഞ്ഞിട്ടാണ് മോൻ വന്നത്. അപ്പം ഞങ്ങൾ വീട്ടിലും ഇങ്ങനെ ഒത്തിരി സംസാരിക്കാറുണ്ട് അൽഫോൻസാമ്മയെ പറ്റി. എന്താണ് പേര്? എൻ്റെ പേര് ജിബി. എവിടെ നാട്ടിലെവിടെയാണ്? ഞങ്ങൾ നാട്ടിൽ നീലൂരാണ്. പുറത്ത് നെതർലൻഡ്സ് എന്ന് പറഞ്ഞ രാജ്യത്താണ്. അൽഫോൻസാമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ പെട്ടെന്ന് മനസ്സിലാക്കി വരുന്നത്? അൽഫോൻസാമ്മയായിട്ട് ഒരു ഒത്തിരിയധികം ആത്മബന്ധം തോന്നുന്ന ഒരു വിശുദ്ധയാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു വിശുദ്ധ. പ്ലസ് ഞങ്ങൾ കുടമാളൂരും ഭരണങ്ങാനത്തും ഞങ്ങളുടെ വെക്കേഷൻ സമയത്ത് എപ്പോഴും ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. അത് എന്താണെന്നറിയത്തില്ല, ഒരു ആത്മബന്ധം പോലെയാണ് അൽഫോൻസാമ്മയുടെ. അങ്ങനെ എന്തായാലും അൽഫോൻസാമ്മയുടെ അനുഗ്രഹം ലഭിച്ച ഒരു കുടുംബത്തോടൊപ്പമാണ് ഈ തിരുനാൾ ദിനത്തിൽ എനിക്ക് അവരെ പരിചയപ്പെടാൻ സാധിച്ച ഒരുപാട് സന്തോഷം തോന്നുന്നു. അവർക്ക് നമുക്കുമൊക്കെ അൽഫോൻസാമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് ടോമി സെബാസ്റ്റ്യൻ. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് പാലാ ടൈൽസ്. പാലാ ബൈപ്പാസിൽ കാർമൽ സ്കൂളിൻ്റെ എതിർവശത്തായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരുള്ള എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു.
ഞാൻ ലിജോ തോമസ് കൂൾ കെയർ AC സെയിൽ ആൻഡ് സർവീസ് എന്ന സ്ഥാപനം നടത്തുന്നു. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസാമ്മ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിന് എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എല്ലാവിധ തിരുനാൾ ആശംസകളും നേരുന്നു. എൻ്റെ പേര് സിസ്റ്റർ ജെസ്സി മരിയ ഓലിക്കൽ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഓഫ് അൽഫോൻസ ജ്യോതി പ്രൊവിൻസ് ഭരണങ്ങാനം. സഹനത്തെ ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ് അൽഫോൻസാമ്മ കണ്ടിരുന്നത്. തനക്ക് സഹനങ്ങൾ തരുന്ന വ്യക്തികളെ അൽഫോൻസാമ്മ ഒത്തിരിയേറെ സ്നേഹിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകി അതുപോലെ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ സമൂഹത്തിലാണെങ്കിലും കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ, അതുപോലെ പരിത്യാഗ പ്രവൃത്തികൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ അതൊക്കെ അൽഫോൻസാമ്മ ചെയ്യുകയും അത് ചെയ്യാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അൽഫോൻസാമ്മയ്ക്ക് കൊച്ചു കുട്ടികളോടും അതുപോലെ ചെറുപ്പക്കാരായ സിസ്റ്റേഴ്സിനോടുമൊക്കെ വലിയ താല്പര്യമായിരുന്നു. അവരെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഈശോയിലേക്ക് അടുക്കുവാൻ, ദൈവസ്നേഹം അനുഭവിച്ചറിയുവാൻ. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചാമ്പങ്ങായും അതുപോലെ കിട്ടുന്ന മിഠായിയൊക്കെ സൂക്ഷിച്ചു വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയും അതോടൊപ്പം ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും കൊച്ചു കൊച്ചു സുഹൃദീപങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കൊച്ചു സിസ്റ്റേഴ്സിനോടാണെങ്കിൽ മുന്തിരിങ്ങയുടെയൊക്കെ ചക്കിലിട്ട് മുന്തിരിങ്ങ ചതയ്ക്കുന്നതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് അവരെ ദൈവസ്നേഹത്തിലേക്കും വിശുദ്ധ കുർബാനയിലേക്കുമൊക്കെ അടുപ്പിക്കുന്ന ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരിയാണ് അൽഫോൻസാമ്മ. ഈ അൽഫോൻസാമ്മയുടെ നാമത്തിലുള്ള ഈ ഭരണങ്ങാനം ഇന്ന് അനേകർ വന്നു കൂടുന്ന വലിയൊരു തിരുനാളായി കഴിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതിൽ ഞങ്ങൾ ആനന്ദിക്കുന്നു. എൻ്റെ പേര് ഇന്ദു. ഞാൻ ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മയുടെ കോൺവെൻറ്റിൻ്റെ എതിർവശത്തായിട്ട് ക്യാൻഡിൽ ഷോപ്പ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നു. അൽഫോൻസാമ്മയുടെ തിരുനാളിന് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ പേര് രാജീവ് ജോർജ്. ഞാൻ പാലായിൽ ടേക്ക് ആൻഡ് ടേസ്റ്റ് എന്ന റെസ്റ്റോറൻറ്റ് നടത്തുന്നു. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എൻ്റെ സ്റ്റാഫിൻ്റെയും പേരിൽ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു.
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അസീസി ആശ്രമത്തിൻ്റെ ഗാർഡിനും അതുപോലെ തന്നെ ഈ പ്രസിൻ്റെ സെറാഫിക് പ്രസിൻ്റെ മാനേജർച്ചനുമായ മാർട്ടിൻ ചെറിയാൻ മാനാത്തച്ഛനാണ്. ഈ പുണ്യഭൂമിയിൽ പ്രത്യേകിച്ച് അൽഫോൻസാമയോടെ ഈ പുണ്യഭൂമിയിൽ ആയിരിക്കുന്ന ഒത്തിരിയേറെ സന്തോഷമുണ്ട്. മുറിയപ്പെടാനുള്ള ഒരു സന്നദ്ധതയാണ് വിശുദ്ധ അൽഫോൻസാമയ്ക്കുള്ളത്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അനേകം വേദനകൾ ഏറ്റെടുക്കാനും അത് അനുഗ്രഹമാക്കി മാറ്റാനും അൽഫോൻസാമയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുതന്നെയാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. നിൻ്റെ മുറിവുകളെ നീ തിരുമുറിവുകളാക്കുക, പല വ്രണങ്ങളെ നിൻ്റെ നൊമ്പരങ്ങളെ നീ സ്നേഹമാക്കി മാറ്റുക. അതാണ് അൽഫോൻസാമ നമുക്ക് തരുന്ന സന്ദേശം. എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എത്രമാത്രം സ്നേഹത്തോടെ, എത്രമാത്രം പുണ്യത്തോടെ, എത്രമാത്രം ലോകത്തെയും മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് നീ ജീവിച്ചു എന്നുള്ളതാണ് ഈ ലോകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ക്രിസ്തുവിന് കൊടുക്കുമ്പോൾ ക്രിസ്തു നമുക്ക് അവൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമുക്കും തരുന്നു എന്നുള്ളതാണ്. അവനെ സ്നേഹത്തോടെ, അവൻ തരുന്ന എന്തും സ്നേഹത്തോടെ കൃപയോടെ സ്വീകരിക്കാനുള്ള ഒരു ആർജവത്വം നമുക്കുണ്ടായിരിക്കട്ടെ, വിശ്വാസം നമുക്കുണ്ടായിരിക്കട്ടെ. അൽഫോൻസാമയോടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിലും അൽഫോൻസാമയുടെ എല്ലാവിധ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് സാവിയ ജോസഫ് വൈദ്യർ. ഞാൻ ഈ ഡിവൈൻ ഹെൽത്ത് കെയർ സെൻറ്റർ
എന്ന് പറയുന്ന ഭരണങ്ങാനം മേരീരി ജംഗ്ഷനിലുള്ള എൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ നടത്തുന്ന ആളാണ്. ഈ അൽഫോൻസാമയുടെ ഭരണങ്ങാനത്ത് ഇപ്പോൾ നടക്കുന്ന അൽഫോൻസാമയുടെ തിരുനാളിന് ഡിവൈൻ ഹെൽത്ത് കെയർ സെൻറ്ററിൻ്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആശംസകളും നേരുന്നു. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിലെ സഹനങ്ങളുടെ രാജ്ഞിയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളാഘോഷത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ പുണ്യദിനങ്ങളിൽ അനേകായിരം ആളുകളാണ് അൽഫോൻസാമയുടെ അനുഗ്രഹം നേടി ഇവിടെ നിന്നും മടങ്ങിയത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അൽഫോൻസാമയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റയർ മീഡിയ ടീമിനും ക്യാമറമാൻ റിജോയ് പരവൂറിനൊപ്പം സൈനിങ് ഓഫ് സിയാദ് ചങ്ങനാശ്ശേരി.